പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ 4 പേരുടെ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. ഒരു ദിവസം എന്താ മൈ? മതി മതി, കഥ പറച്ചിലൊക്കെ ഇത്രയും മതി. നേരെ ഒരുപാടായി. എണീറ്റ് പോയ എല്ലാരും. ഈ മമ്മി ഇത് ആ ഫ്ലോ അങ്ങ് കളഞ്ഞു. ശരിയാ, നല്ല ത്രില്ലിൽ വരുമായിരുന്നു. പപ്പ പിന്നെന്താ പപ്പ നടന്നേ? ആ ദിവസം എന്താ സംഭവിച്ചേ? ആ ദിവസം ഞാൻ നിന്റെ പപ്പയെ കേട്ടി, പിന്നെ നിങ്ങൾ രണ്ടും ഉണ്ടായി, അത്ര തന്നെ. ഈ മമ്മി ഇത്. മമ്മി തന്നെ ഇത്. എല്ലാരും എണീറ്റ് പോയി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിക്കേ. നാളെ പുറത്തു പോകാനുള്ളതല്ലേ? ശരിയാ, നാളെ പോകണ്ടല്ലേ. എല്ലാരും വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ ആന്റി. ഹേ കുക്കീസ്, നമുക്കെന്നാ ഫുഡ് കഴിക്കാൻ പോയാലോ? നമ്മം കണ്ട ഇയാൾ ഒറ്റയ്ക്കങ്ങ് പോയി കഴിച്ചാ മതി. പിന്നെ എന്റെ പേര് കുക്കി എന്നാ, കുക്കീസ് എന്നല്ല. കുക്കി എന്ന പേരിനേക്കാളും ഈ മുഖത്തിന് ചേരുക കുക്കീസ് എന്ന് തന്നെയാ. ദേ, വല്ലാണ്ട് ഒലിപ്പിക്കാൻ വന്നാലേ ചോറില് പാഷാണം കളിക്ക് തിരിഞ്ഞ. എന്റെ കർത്താവേ, ഇവര് കുടുംബപരമായിട്ട് ഫുഡില് പണിയിരുന്നവരാണ്. എന്താടോ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. താൻ എങ്ങോട്ടെങ്കിലും പോ. ഹേ ബ്രോ, വരുന്നില്ലേ കഴിക്കാൻ? ബ്രോക്ക് കിട്ടാനതൊക്കെ കിട്ടിയില്ലേ? എന്നാ ചെല്ല്. എന്നാ ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ജിമ്മേട്ടാ. എന്താ ഓക്കെ? എന്റെ ജിമ്മേട്ടാ, ഇത് എന്താലോചിച്ചിരിക്കുക? ദേ, നമ്മുടെ പ്ലാനിങ്ങിന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ. 8 മണിക്ക് അങ്ങ് എത്തിയേക്കണേ. പിന്നെന്താ, അവനെ നമുക്ക് ഓടിക്കാന്നേ. നീ ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, എന്നാ ഞാൻ പോയി ഫുഡ് എടുത്തേക്കട്ടെ. ഓക്കെ. അളിയാ, അവളിപ്പോ എന്താടാ പറഞ്ഞിട്ട് പോയെ? 8 മണിക്ക് അവളുടെ റൂമിലേക്ക് ചെല്ലാൻ. എന്തിന്? അത് തൽക്കാലം നീ അറിയണ്ട. ഞാൻ അറിയണ്ടാന്നോ? അപ്പൊ ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. എന്നാലും ഈ രാത്രി അവൾ എന്തിനാ അവനോട് റൂമിലേക്ക് വരാൻ പറഞ്ഞേ? അതും ഞാനിവിടെ ഉള്ളപ്പോ. എന്തിനായിരിക്കും അവള് ജിമ്മീനെ കാണണമെന്ന് പറഞ്ഞേ? എന്റെ ഈശ്വര, ഇനി അന്ന് വെള്ളടിച്ച് നടന്ന കാര്യങ്ങൾ എങ്ങനെ പറയാനായിരിക്കും? എന്റെ ഭഗവാനെ, അവനെങ്ങാനും അതൊക്കെ അറിഞ്ഞ ഞാൻ തീർന്ന്. എന്നെ അവൻ നാറ്റിച്ചു കൊല്ലും. അവളതൊക്കെ പറയോ? എന്താന്ന് അറിയാഞ്ഞിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. പുല്ല്. ഒന്ന് പോയി നോക്കിയാലോ? 8 മണി എന്ന് പറഞ്ഞിട്ട് 8:30 ഈ ജിമ്മേട്ടൻ എവിടെ പോയി കിടക്കുവാ? വന്നോ? ഇങ്ങ് കേറി പോരെ. എന്റെ ജിമ്മേട്ടാ. കുട്ടേട്ടാ, കുട്ടേട്ടനെന്താ ഇവിടെ? അപ്പൊ ജിമ്മി ഇവിടെ ഇല്ലല്ലേ? ഈ ജിമ്മി ഇനി കള്ളം പറഞ്ഞതായിരിക്കും. ശോഭം. ഇല്ല, അല്ല, ജിമ്മേട്ടന് ഇവിടെ ഉണ്ടെന്ന് കുട്ടേട്ടനോട് ആരാ പറഞ്ഞേ? അത് അവനെ റൂമിൽ കാണാനില്ല. അപ്പൊ ഞാൻ കരുതി ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടാവുന്ന്. ഇവിടെ ഇല്ല അല്ലേ? എന്നാ ശരി. കുട്ടേട്ടനവിടെ നിന്നേ. എന്താ ഓക്കെ? സത്യം പറ കുട്ടേട്ടാ, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ പറഞ്ഞില്ലേ, ജിമ്മി എന്നോട് കള്ളം പറയുമ്പോ നിങ്ങൾക്കൊരു പ്രത്യേക തരം വിക്കലാണ്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ മുന്നിൽ നിന്ന് മാത്രമേ എനിക്ക് പ്രത്യേക തരം വിക്കല് വരാറുള്ളൂ. അതെന്തുകൊണ്ടാന്ന് എനിക്കിപ്പോ മനസ്സിലായി. കുട്ടേട്ടനെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. സത്യം പറ, അന്നത്തെ പോലെ വല്ല കുരുത്തക്കേടൊപ്പിക്കാനാണോ നിങ്ങൾ ഇവിടെ കയറുന്നത്? അയ്യേ, ഞാനതിനൊന്നും വന്നല്ല. ഓഹോ, അപ്പൊ അന്ന് നടന്നതൊക്കെ കുട്ടേട്ടന് ഓർമ്മ വന്നല്ലേ? അത് ഞാൻ ജിമ്മിയോട് പോയി നോക്കട്ടെ. ഗുഡ് നൈറ്റ്. അല്ല, എന്റെ ഈശ്വര, ഇങ്ങരുടെ വായിന്നൊക്കെ ഞാൻ എന്നാ 3 വാക്ക് കേൾക്കാന്. ഇക്കണക്കിന് പോയാ മൂക്കി പല്ല് വന്നാലും ഇങ്ങരുടെ വായിന്ന് മാത്രം ഒന്നും വരില്ല. മിക്കവാറും മമ്മിയുടെ വഴി തന്നെ ഞാനും എടുക്കേണ്ടി വരും എന്നാ തോന്നുന്നത്. ഒരു കുപ്പി വിമ്മ് കരുതി വെച്ചേക്കാം. എന്റെ ഈശ്വര, അറിയാണ്ടല്ല ഇപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ ജീനി എന്നെ കൊന്നേനെ. മോനോ, നീ ഉറങ്ങിയില്ലേ? എനിക്ക് പപ്പയോടൊന്ന് സംസാരിക്കണം. അതിന് മുഖവരയുടെ ആവശ്യം എന്താടാ? നീ പറ. പപ്പ, അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിച്ചേ? അത് പപ്പ പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോ എന്റെ മമ്മിയുടെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഒരു സിംഗർ ആവാന്നുള്ളത്. എന്നാ ഓർമ്മ വെച്ച കാലം തൊട്ട് എന്റെ മമ്മി ഒരു മൂളിപ്പാട്ട് പാടുന്ന പോലും ഞാൻ കേട്ടിട്ടില്ല.
സ്വന്തം ഭാര്യയുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ഹസ്ബൻഡ് അല്ല എന്റെ പപ്പ എന്ന് എനിക്കറിയാം. എന്നിട്ടും എന്റെ മമ്മി ആ സ്വപ്നങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. പപ്പ അത് പറയാൻ തുടങ്ങിയപ്പോഴാണ് മമ്മി വിലക്കിയത്. അതെന്താന്ന് എനിക്കറിയണം പപ്പ. അറിയാതെ ജിമ്മി ഇവിടുന്ന് പോവില്ല. പറ പപ്പ, എന്താ പിന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചേ? മോൻ പറഞ്ഞത് ശരിയാ. ആരും അറിയണ്ടെന്ന് കരുതിയിട്ടാ ഞാനെല്ലാം പറയാൻ തുടങ്ങിയപ്പോ ജീനി വിലക്കിയത്. പക്ഷേ നീ ഇതറിഞ്ഞിരിക്കണം, മോൻ പറഞ്ഞ പോലെ ജീനി അവരുടെ ഡ്രീംസ് എല്ലാം വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഈ എനിക്ക് വേണ്ടി. പപ്പ, എന്താണ് സംഭവിച്ചേ? ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ജീനിയുടെ അച്ഛനായിരുന്നു അത്. മകളുടെ പിന്നാലെ നടന്ന കൊല്ലൊന്നായിരുന്നു ഭീഷണി. ഞാനതൊന്നും കാര്യമാക്കിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ ജീനിക്ക് ഫൈനൽസിൽ സെലക്ഷൻ കിട്ടി. അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞാനും. അവൾ പിറ്റേ ദിവസം മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അന്നാണ് ഞങ്ങളുടെ ലൈഫിനെ മാറ്റിമറിച്ച സംഭവം നടന്നത്. അവളെ യാത്രയാക്കാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി സുഖേട്ടാ, സുഖേട്ടാ, സുഖേട്ടന്റെ ചേട്ടൻ. പേടിയാവുന്നു സുഖേട്ടാ. ചേട്ടൻ അവനൊന്നും വരില്ല. കരയില്ലേ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർമാരൊന്നും ചെയ്യുന്നില്ല സുഖേട്ടാ. നമ്മളൊക്കെ വിട്ട് അവരെങ്ങോട്ട് പോകാനാ? ഇങ്ങനെ കരയില്ലേ? പേടിക്കാതെ, ഞാനല്ലേ പറയുന്നത്. അവനൊന്നും വരില്ല. ജീനി, ഡോക്ടർ എന്താ പറഞ്ഞ സുഖേട്ടാ? അത് ഡോക്ടർ, അവൻ എങ്ങനെയുണ്ട് ഡോക്ടർ? മിസ്റ്റർ ജൂണിന്റെ കണ്ടീഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. ഇറ്റ് വിൽ കോസ്റ്റ് 25 lakhs. എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്തേ പറ്റും. മാക്സിമം 6 hours. അതിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേഗം ക്യാഷ് അടയ്ക്കാൻ നോക്കൂ. സുഖേട്ട, ഇത്ര സമയത്തിനുള്ളിൽ 25 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കാന്? നീ ഒന്ന് സമാധാനിക്കൂ ഗോപി. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജീനി, ഞാനിപ്പോ വരാം. ജീനി, കരയാതിരിക്കൂ ഗോപി. ജൂണേട്ടൻ നമ്മളിന്ന് വിട്ടെങ്ങും പോയില്ല. മിസ് ജീനി തരകൻ, മാം ഓൾസോ സീ യു. പ്ലീസ് കം. ജീനി തരകൻ അല്ലേ? അതെ. ആൻഡ് താരാപോൾ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് MK ഗ്രൂപ്പ്. സമയം വൈകിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ മിസ് ജീനി, നിങ്ങൾക്കിപ്പോ വേണ്ടത് 25 ലക്ഷം രൂപ. അത് ഞാൻ തരാം. എന്താ പറഞ്ഞ? സംശയിക്കണ്ട, വെറുതെ അല്ല. പകരം ഞാൻ പറയുന്നത് ജീനി ചെയ്യണം. ഞാൻ എന്താ ചെയ്യണ്ടേ? ഫൈനൽസിൽ കിട്ടിയ സെലക്ഷൻ ജീനി വേണ്ടെന്ന് വെക്കണം. ജീനി പിന്മാറിയാൽ അടുത്തതായി അവർ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്റെ മോളെ ആയിരിക്കും. ഈ ആക്സിഡന്റിന് പിന്നെ നിങ്ങളാണ്? ജീനിയുടെ സംശയം ന്യായമാണ്. എന്നാ ചെയ്യാത്ത കുറ്റം ഞാൻ ഏറ്റെടുക്കാറില്ല. ഞാൻ കൊല്ലാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അത് ജീനിയായിരിക്കും. ആ പയ്യനില്ലാണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ജീനിയുടെ പപ്പയല്ലേ? പപ്പ? എനിവേ, അതെന്റെ വിഷയമല്ല. ഡോക്ടർ തന്ന സമയം 6 മണിക്കൂറാണ്. ഞാൻ ജീനിക്ക് തരാൻ പോകുന്നത് 1/2 മണിക്കൂറാണ്. അതിനുള്ളിൽ തീരുമാനം എന്താണോ അതെന്നെ അറിയിക്കണം. എന്റെ മകളെ ഫൈനൽസിൽ എത്തിക്കാൻ ഇതല്ലാതെ എനിക്ക് ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ആ ICU കിടക്കുന്ന പയ്യന്റെ ജീവൻ രക്ഷിക്കാൻ ജീനിക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല. സോ നന്നായി ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കും.
എനിക്ക് വേണ്ടി അവൾ അവളുടെ സ്വപ്നങ്ങൾ ഇല്ലാണ്ടാക്കി. ഇപ്പോ ഞങ്ങളുടെ ഏക പ്രതീക്ഷ നീയാ. അവൾക്ക് സാധിക്കാതെ പോയത് നീ സാധിച്ചു കൊടുക്കണം. നിനക്കതിന് പറ്റും. എന്റെ മമ്മിയുടെ സ്വപ്നങ്ങൾ ഞാൻ സാധിച്ചു കൊടുക്കും പപ്പ. ഇത് ജിമ്മി തരുന്ന വാക്കാ. അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളല്ലേ? A few moments later. നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നടാ? ഞാൻ നിന്നെ എവിടെയൊക്കെ തപ്പിന്നറിയോ? എന്നെയോ? എന്തിന്? ഞാൻ പപ്പയുടെ കൂടെയായിരുന്നു. പപ്പയുടെ കൂടെയോ? മമ്മി ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനും പപ്പയും മാത്രം. നീ ഈ സമയത്ത് എന്തിനാ പപ്പയെ കാണാൻ പോയെ? അതെന്താടാ? എനിക്ക് എന്റെ പപ്പയെ കാണാൻ ഈ ജോത്സ്യനെ കണ്ട് നേരം കാലമൊക്കെ നോക്കണോ? അതല്ലടാ, ഞാൻ ഉദ്ദേശിച്ച നീ പപ്പയോട് വല്ലതും ചോദിക്കാൻ പോയതാണോന്നാ. എന്ത് ചോദിക്കാൻ? ഡാഡിയ, സത്യം പറ. അവളുടെ ലൈഫിൽ പിന്നെ നടന്നത് എന്താന്ന് അറിയാനല്ലേ നീ പോയെ? അത് നിനക്ക് എങ്ങനെ അറിയാം? അത് എന്തോ എന്റെ മനസ്സങ്ങനെ പറയുന്നു. നമ്മൾ അറിയാത്ത എന്തോ ഒരു വലിയ ഇൻസിഡന്റ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഡാ, പപ്പ എന്തേലും പറഞ്ഞോ നിന്നോട്? പറഞ്ഞു. പപ്പ എല്ലാം പറഞ്ഞു. പക്ഷേ നീ അറിയണ്ട, എനിക്കെന്നെന്തോ വല്ലാണ്ടായിപ്പോയി. ഒരു കാര്യം മാത്രമേ ഞാൻ പറയാം. നമ്മുടെ പപ്പ ഇന്ന് ജീവനോടുണ്ടാവാൻ കാരണം മമ്മിയാടാ. പപ്പയ്ക്ക് വേണ്ടിയാ മമ്മിയുടെ സ്വപ്നങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചത്. മമ്മി അതെടാ, ഷീസ് റിയലി ഗ്രേറ്റ്. ശരിയാ, ഷീസ് ഗ്രേറ്റ്. എന്റെ മമ്മി മാത്രല്ല, എന്റെ ഈ ചേട്ടനും. ഒന്ന് പോടാ. ഞാൻ സത്യല്ലടാ പറഞ്ഞേ. ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ നീ? പോയി വല്ല പെൺപിള്ളാരോടും പറ. ഇമാതിരി ഡയലോഗൊക്കെ കേട്ടാ തലയും കുത്തി അവളുമാര് വീണോളൂ. ചേട്ടാ. നീ എന്താ വിളിച്ചേ? ചേട്ടാന്ന്. എന്താ, നീ എന്റെ ചേട്ടനല്ലേ? ചേട്ടനൊക്കെ തന്നെയാ. എന്നാലും ഇതുവരെ ഇല്ലാത്തൊരു ചേട്ടാവിളി ഇപ്പൊ പെട്ടെന്ന് എന്തിനാന്നാ മനസ്സിലാവാത്തെ? നീയും മമ്മി ഒരുപോലെ തന്നെ. ഞങ്ങൾ എങ്ങനെയാണ് ഒരുപോലെ ആവുന്നത്? ഞാനാണും മമ്മി പെണ്ണും അല്ലേ? എന്റെ ഈശ്വര, എന്തിനാണ് ഇതിനെനിക്ക് തന്നത്? എടക്കോപ്പെ, അതല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾ രണ്ടുപേരും ഒരേ ക്യാരക്ടർ ആണെന്നാ. അതെന്തപ്പ അങ്ങനെ തോന്നാൻ? അത് നീ പറഞ്ഞില്ലേ, പപ്പയ്ക്ക് വേണ്ടി മമ്മിയുടെ സ്വപ്നങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചൂന്ന്. നീയും അതുപോലെയല്ലേ? അന്ന് അതിനെ പറ്റിയൊരു സംസാരം ഇനി ഉണ്ടാവരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? അതല്ലടാ, വേണ്ട, ആ സംസാരം ഇവിടെ വെച്ച് നിർത്താം. മതി ചിന്തിച്ചു കൂട്ടിയത്. ശരി, ഞാൻ നിർത്തി, പോരെ? എനിക്കറിയാടാ, കുറ്റബോധം കാരണം നിന്റെ ഉള്ളിൽ നീറുകയാണെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ ജിമ്മിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ വാഴയെ തൊടാൻ ഒരുത്തിനെ ഞാൻ സമ്മതിക്കില്ല. നീ എന്താടി ആലോചിച്ചിരിക്കുന്നെ? അതൊന്നുമില്ല. അല്ല, അതുകൊട്ടെ, നീ എന്താ എന്നെ തെരഞ്ഞു പറഞ്ഞേ? അത് നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? ഞാനോ? ഞാനെന്ത് കള്ളം പറഞ്ഞു? നീയല്ലേ കുക്കി 8 മണിക്ക് റൂമിലോട് ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞേ. ഞാനാണെങ്കി അവിടെ പോയി ഒക്കെ വഷളായി. അതായിരുന്നോ? അത് കുക്കി അളിയ സമയത്രേ? ഇപ്പോ ഒരു 10 മണിയായി കാണും. എന്റെ ഭഗവാനെ, അവിടെ തന്നെ കൊല്ലും. അളിയ, ഞാനിപ്പ വരെ അവന്റെ ഒരു കാര്യം. എന്റെ ഈശ്വര, കുക്കി. Meanwhile. നീ തന്നെ പറഞ്ഞേ? എടി സത്യവാ, ആ കാലൻ ജാക്സൺ ഇവിടെ നിന്ന് അയാളെങ്ങനെ അവിടെ? അത് ആ കാലൻ പപ്പയുടെ മാമന്റെ ഫ്രണ്ടിന്റെ മോനാ. ഇവിടെ ട്രിപ്പിന്റെ ഫുള്ള് കാര്യം മാമനെ ഏൽപ്പിച്ചത് ആ കാലനെയാ. അടിപൊളി മോളെ കുക്കി,
ഞാൻ പോയി വേഗം ഒരു പെട്ടിക്ക് ഓർഡർ ചെയ്യാം. കളിയാക്കാനാണോ നിന്നെ ഞാനിപ്പോ വിളിച്ചേ? അവര് പൂട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഇന്നയാളുടെ ഉളിപ്പിരി കേട്ടപ്പോ ചൊറിഞ്ഞ് കേറിയതെനിക്ക്. മിക്കവാറും ഞാൻ വല്ല പാശവും കലക്കി കൊടുക്കും അങ്ങേക്ക്. ഒന്ന് അടങ്ങി എന്റെ കുക്കി. അയാളോട് നിനക്ക് ഓൾറെഡി ആളുണ്ടെന്ന് പറഞ്ഞേക്കേ. അതൊക്കെ ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ പറഞ്ഞതാ. എനിക്ക് ഓൾറെഡി ഒരാളെ ഇഷ്ടാ, എന്റെ പിന്നാലെ നടന്ന് ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞതാ. ആ കാലനാണെങ്കിൽ അതിനുശേഷം കൂടുതൽ ഒട്ടാൻ വന്നേ. ഇവനൊന്നും വേറെ ഒരു പണിയില്ലേ? അല്ല, ഇതെങ്ങനെ സോൾവ് ചെയ്യാനാ നിന്റെ പ്ലാൻ? എനിക്കറിയില്ല. ജിമ്മിയായിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതാ. 8 മണിക്ക് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ ആളാ. ഇതുവരെ പൊടി പോലും കാണാനില്ല. ഈ ജിമ്മിയേട്ടെന്ന് പറയുന്നത് നമ്മുടെ കുട്ടേട്ടന്റെ ചേട്ടനല്ലേ? അന്ന് നീ IG-ല് പോസ്റ്റ് ചെയ്ത ആ സെൽഫിയിൽ കൂടെ ഉള്ള ആള്. അത് തന്നെ. പിന്നെ നമ്മുടെ കുട്ടേട്ടനല്ല, എന്റെ കുട്ടേട്ടൻ. ശരി, നിന്റെ കുട്ടേട്ടൻ തന്നെ. അതുകൊട്ടെ, ഈ ജിമ്മേട്ടന്റെ ഐഡിയ എന്തായിരുന്നു? എന്തിനാ ജിമ്മേട്ടന്റെ ഐഡിയ? ചുമ്മാ എനിക്ക് ബോറടിക്കുമ്പോ മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാലോ. ചേട്ടൻ കണ്ടപ്പോഴേ മനസ്സിലായി എങ്ങോട്ടാന്ന്. ഇത് പിന്നെ ആ വെള്ളം അടുപ്പത്തിരുന്ന് തിളച്ച് നീരാവിയായി പോകത്തേ ഉള്ളൂ. അതല്ല, പ്രേമിക്കാൻ കൊള്ളാത്ത ജിമ്മിയേട്ടനല്ല, നിന്നെയാ. ആഴ്ചക്ക് ബോയ് ഫ്രണ്ടിന് ചേഞ്ച് ചെയ്യുന്ന നിനക്കൊന്നും എന്റെ ജിമ്മേട്ടനെ കിട്ടൂല. അങ്ങനെ നിന്റെ ടൈപ്പല്ല. ജിമ്മേട്ടന് നല്ലൊരു കൊച്ചിനെ തന്നെ കിട്ടും. ഓൾറെഡി ആരോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞതാ. അപ്പൊ അത് കയ്യിന്ന് പോയി. അത് പോട്ടെ. നമ്മുടെ അല്ല, നിന്റെ കുട്ടേട്ടൻ എന്ത് പറയുന്നു? വല്ലോ നടക്കൂ? അത് പറയാണ്ടിരിക്കാന്നല്ലേ. അങ്ങനെ ഈ ജന്മത്തിൽ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. അതെന്നാ? ഇനി അങ്ങേർക്ക് വേറെ വല്ല എന്റെ പായന്ന് വല്ലതും കേൾക്കുന്നേ? അതൊന്നും അല്ലടി. കുട്ടേട്ടന് എന്നെ ഇഷ്ടമാ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ടറാണോ? ബട്ടറല്ല, ഡൈനമിറ്റ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നേ അങ്ങേർക്ക് എന്നെ പേടിയാണോ എന്നാ. പേടിയോ? അത് നിന്നെ കണ്ടിട്ടോ? അതെന്താടി, എന്നെ കണ്ട പേടിച്ചൂടെ? പിന്നെ നീ മറ്റേ സ്ക്വിഡ് ഗെയിമിലെ പിങ്ക് സോൾജർ ആണല്ലോ കണ്ട പേടിക്കാൻ. ഇതിനൊക്കെ ഏത് നേരത്താണോ? ജിമ്മിയേട്ടനോ? അയ്യോ, വീഡിയോ കോൾ ചെയ്യായിരുന്നോ? ചെയ്തോ. അല്ല ജിമ്മേട്ടാ, ഇപ്പോഴാണോ ജിമ്മേന്റെ വാച്ചിൽ 8 മണിയായേ? അത് പിന്നെ അർജന്റ് ആയിട്ടൊരു കോള് വന്നു, അതാ ഞാൻ ലേറ്റ് ആയേ. ശരി. കുക്കി, എനിക്കൊന്ന് പഠിച്ച് തടി അങ്ങേരെ. നീ ഒന്ന് പോയേ. നിനക്ക് എന്തിന്റെ കേടാ? അങ്ങേരെ ടൈപ്പല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പ്ലീസ് ഒന്ന് മുട്ടിച്ചതാണേ. ഇവളെ ഞാൻ. ജിമ്മേട്ടാ, ഒന്നിവിടെ വരുമോ? എന്താടി? ഇതെന്റെ കൂടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടാ. ജിമ്മേട്ടനൊന്ന് പരിചയപ്പെടണോ? കൊള്ളാലോ. ഹായ്, ഞാൻ ജിമ്മി. ഹായ് ജിമ്മേട്ടാ, എന്റെ പേര് മിയ, നാട് കണ്ണൂര്, വയസ്സ് 24, ഇൻസ്റ്റ ID miya97#. എന്റെ ഭഗവാൻ, ഇവിടെ എന്തിനൊന്ന് പുറപ്പാടാ. താനാള് കൊള്ളാലോ. എന്ന് ശരി, പിന്നെ വിളിക്കാം. കട്ടിയല്ല, ജിമ്മേട്ടൻ ഐഡിയ ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. എടി മിയ തന്നെ അങ്ങനെ. എന്റെ അമ്മേ. കുക്കി, ആ കൊച്ചിനെന്തെ കുഴപ്പമുണ്ടോ? എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ പറയണേ? അത് അവക്കൊരു പേര് ലൂസാ ജിമ്മേട്ടാ. അല്ല, നീ എന്തിനാ കോള് വേഗം കട്ടാക്കിയേ? ആ കൊച്ചിനെ ഐഡിയ കൊടുത്തൂടായിരുന്നോ? അത് വേണ്ട ജിമ്മേട്ടാ. ആ കൊച്ചിനെ ഐഡിയ കൊടുത്താ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതെന്ത് കണ്ണും നോക്കിയിരിക്കും. ഇനി ആരെ കണ്ടില്ല ഫസ്റ്റ് വെള്ളം വരുന്നങ്ങനെ നോക്കാണോ? അളിയാ. അളിയ, നീ എന്താ ഇവിടെ? അത് റൂമിലിരുന്ന് ബോറടിച്ചളിയ. എനിക്കാണ് ഉറക്കം വരുന്നില്ല. അപ്പോ നീ ഏതായാലും കുക്കിയോട് സംസാരിക്കാൻ വന്നാണല്ലോ, അപ്പൊ ഞാനും കൂടെ വരാന്ന് വെച്ചു. നീ വന്നത് ഏതായാലും നന്നായി. വാ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം അളിയ? എന്റെ ഈശ്വര, ഇവിടെ അങ്ങനെ വന്ന് വെള്ളടിച്ച് നടന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുത്തേനി. അത് ഒരാള് കുറെ കാലായിട്ട് എന്നെ വല്ലാണ്ട് ശല്യപ്പെടുത്തുന്നു. അയാളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ?
ഹാ ദേ കുക്കി, വെള്ളടിച്ച് ബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞെന്ന് വെച്ച്. ഹാ വെള്ളടിച്ചിട്ടോ? അവൻ ഇന്ന് വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും വെള്ളടിച്ച് നിന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കി കുക്കി? അവനോ ഇന്ന് വന്നെന്നോ? അളിയ നീ ആരുടെ കാര്യം പറയുന്നേ? വേറെ ആരാ, ഒരുത്തൻ കെട്ടിയെന്നല്ലിച്ച് വന്നില്ല ഇന്ന്, അവൻ തന്നെ, ജാക്സൺ. അവനായിരുന്നോ? ഹാ പിന്നെ നീ ആരുടെ കാര്യം പറഞ്ഞേ? ഞാനോ? അതിതല്ല. അല്ല, അവനും കുക്കിയിട്ട് എന്താ പ്രശ്നം? നിങ്ങൾ രണ്ടും ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞേ? കുക്കി അപ്പ ചോദിച്ചപ്പോ പിന്നെ പറയാന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറി. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പിന്നെ ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. ഈ ജാക്സൺ കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോ അങ്ങനെ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു. എന്ത് പ്രപ്പോസോ? ആര് നിന്നെയോ? ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ കേക്കണ്ടേ, പിന്നീട് നടന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. അങ്ങേര് പാസ് ഔട്ട് ആയി പോയപ്പോ ഞാൻ വിചാരിച്ചു പിന്നെ ശല്യമൊന്നും ഉണ്ടാവില്ലാന്ന്. പക്ഷെ അതിനുശേഷം ആഴ്ചക്ക് വരും എന്നെ കാണാൻ. എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് അങ്ങേരോട് യെസ് പറയാൻ പറയും. കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു വിവരമില്ലാതെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ശല്യം തീർന്നെന്ന്. പക്ഷെ നിങ്ങളെ കെട്ടിയെടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇത്രയും കാലമായിട്ട് അവൻ നിന്നെ ശല്യം ചെയ്തിട്ട് ഒരു വാക്ക് നീ അങ്ങോട്ട് മിണ്ടിയോ? അത് കുട്ടേട്ടാ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്നോട് അപ്പൊ തന്നെ പറയണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേടി കോപ്പേ? പറഞ്ഞു. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോ തുടങ്ങിയത്രേ അവന്റെ ശല്യം. എന്നിട്ട് അവൾ ഇപ്പഴാ എഴുന്നള്ളിക്കുന്നേ. അത് ചിമ്മേട്ടാ. എടാ ജിമ്മി, നീ ദേഷ്യപ്പെട്ട് അവളെങ്ങനെ പേടിപ്പിക്കല്ലേ? കുക്കി സോറി. എനിക്കൊന്നും വേണ്ട. പെണങ്ങല്ലടി. അയ്യോ ഒന്ന് പറയടാ. നീ ആയിട്ടുണ്ടാക്കി വെച്ചല്ലേ, അങ്ങ് മേടിച്ചോ. നാളെ പുറത്തു പോകുമ്പോ നീ ചോദിക്കുന്ന ഞാൻ വാങ്ങിത്തരാം. ഉറപ്പാണോ? പ്രോമിസ്. ഇന്ന് എനിക്കിവിടെ വാങ്ങി തരുവളിയാ. നിനക്ക് വേണമെങ്കിൽ സ്വന്തം പകരുന്ന കാശെടുത്ത് വാങ്ങടാ. നീ എന്റെ സ്നേഹമില്ലാത്ത ചേട്ടനാടാ. നീ പോടാ തെണ്ടി അനിയാ, നീ പോടാ തെണ്ടി ചേട്ടാ. നിങ്ങൾ രണ്ടവിടെ സ്വറ വന്നിരിക്കാണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായിരുന്നാ. അവന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാന്നേ. നീ ഒന്ന് സമാധാനിക്കേ, ഞങ്ങളില്ല എന്റെ കൂടെ. അളിയാ എന്താടാ, നമുക്കൊരു കൊട്ടേഷൻ കൊടുത്ത് അവനെ കൊന്നാലോ? മനുഷ്യരെ പേടിപ്പിക്കല്ലേ. ചെറിയ പണി കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടും കൂടെ എന്നെ കൊലക്കുറ്റത്തിന് ജയിലിൽ കയറ്റുവോ? അപ്പൊ അത്രയ്ക്ക് വേണ്ടല്ലേ? ശരിക്കല്ലടാ കോപ്പേ. അല്ലേലും നീ വിളിക്കുമ്പോഴേക്ക് വരാൻ അവര് നിന്റെ അമ്മായിന്റെ മോനൊന്നല്ലല്ലോ. അതിന് എന്റെ അമ്മായിക്ക് മകനില്ലല്ലോ, ഒരു മകളല്ലേ ഉള്ളൂ. അതൊരു മണ്ടി. എന്തോ ചുമ്മാ. തനിക്കുള്ളത് ഞാൻ തരാടോ കടുവേ. രജിമേട്ടാ, ഇങ്ങനെ ജയിലിൽ കയറ്റുന്ന പരിപാടി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു നല്ല ഐഡിയ പറഞ്ഞ. നീ ഒന്ന് ക്ഷമിക്കടി, ഇത് പറയുമ്പോഴേക്ക് എടുത്തരാൻ ഞാൻ ചാക്ക് കെട്ടി വെച്ചിട്ടൊന്നുമില്ല. എന്റെ ജിമ്മേട്ടാ ആലോചിച്ച് നോക്ക്, ബാഹുബലി പോലെ ചിന്തിക്ക്. എന്നിട്ട് എന്തിനാ കട്ടപ്പേനെ കുത്തുകൊണ്ട് ചാവാനോ? ഓ ഇങ്ങനെ ഒരു തത്വം പറഞ്ഞു കൊടുത്താടോ കടുവേ. തത്വം പറയാൻ നീ ആരടി, തത്തമ്മയോ? അല്ല പാത്തുമ്മ. ഇത് ഞാൻ ഇങ്ങനെ ആദ്യം വിളിക്കാനേ. രണ്ടും കൂടെ ഇങ്ങനെ വഴക്കിടല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ജിമ്മേട്ടാ ആളെ കൊല്ലൊന്നും വേണ്ട. ഇനി ഒരു 4 ദിവസം കൂടെ നമ്മൾ ട്രിപ്പ് ഉണ്ടാവും. ഈ 4 ദിവസം മിക്കവാറും നമ്മൾ പുറത്തായിരിക്കും. അങ്ങനെ നമ്മുടെ കൂടെ വരാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി. അപ്പോ അവനെ വീട്ടിൽ തന്നെ നിർത്തണമെന്ന് അല്ലേ? അതെ. ഡലിയ, ഞാന് നമ്മുടെ റൂമിലെ കബോർഡില് നീ നായ്ക്കരണപ്പൊടി കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതിപ്പോഴും അവിടെ ഉണ്ടോ? അടിയ ആ ഐഡിയ കൊള്ളാലോ. അത് തരക്കേടില്ല ജിമ്മേട്ടാ. എന്നടിയാ അത് പോയി എടുത്തുവാ. ഇന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുന്ന അവന്റെ മേലിലൂടെ നമുക്ക് നായ്ക്കരണപ്പൊടി കൊണ്ട് പൂക്കളിട്ട് കളിക്കാം. നാളെ അവൻ നമ്മുടെ കൂടെ വരാൻ പാടില്ല. നാളെ അവൻ വരത്തില്ല. വരാൻ നമ്മള് സമ്മതിക്കില്ല. A few moments later. എന്റെ കാലി ചവിട്ടതിന്റെ ശോമേ. സോറി കുട്ടിയുടെ കണ്ടില്ല. മിണ്ടാണ്ട് നടക്ക് രണ്ടെണ്ണം. ആരെങ്കിലും കണ്ട നമ്മൾ 3 തീർന്നു. ചിമ്മേട്ടാ എന്താ? ആരെങ്കിലും
ആരെങ്കിലും നമ്മളെ കണ്ടിട്ടാ പോകുന്നെന്ന് ചോദിച്ചാ എന്താ പറയാ? ആ പാടത്ത് കള പറിക്കാൻ പോവാന്ന് പറ. ഓക്കെ. കളയോ? ഈ നേരത്തോ? ഇവിടെ ഞാൻ മിന്നോട് നടക്കടി. അതവന്റെ മുറി. വാജിമേട്ട പോയി പൂക്കളടാ. നിക്ക് നിക്ക് നിക്ക്. എന്താ കുട്ടേട്ടാ? നിനക്ക് കണ്ണാട്ടൂടെ അവന്റെ റൂമിൽ ലൈറ്റല്ലേ കത്തണേ? അപ്പൊ അവൻ ഉറങ്ങിയിട്ടില്ലേ? അളിയ, നമ്മളിനി എന്താ ചെയ്യാ? ഒരു മിനിറ്റ്, ഞാൻ കീഹോളിലൂടെ നോക്കിയിട്ട് പോരാ. ഓക്കെ. കടുവേ, എന്താ താനെന്താ നേരത്തെ പറയാൻ പോയേ? എപ്പോ? ആരും കള്ളു കുടിച്ചു വന്ന് ഓരോന്ന് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞ. സത്യം പറഞ്ഞോളൂ, തനിക്കൊന്നും നടന്നതൊക്കെ ഓർമ്മ വന്നില്ലേ? അതിന്റെ നായ്ക്കണ്ണ പൊടി കയ്യിലിരിക്കണേ. കള്ളം പറയാൻ തലമണി കൂടെ വരും. സത്യം പറഞ്ഞ എനിക്ക് അവിടെ ഓർമ്മ വന്നു. എന്നെ പ്രപ്പോസ് ചെയ്തത് ഓർമ്മ വന്നു. ചിമ്മേട്ടാ, എന്തായി? അവനാരും ഫോൺ ചെയ്തോണ്ടിരിക്കുക ഈ നേരത്തോ? അവന്റെ ഒരു ഫോൺ വിളി. നമ്മളിനി എന്ത് ചെയ്യാ? വേറെന്ത് ചെയ്യാനാ? അവന്റെ ഫോൺ വിളി കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. 1 hour later. ചിമ്മേട്ടാ, കഴിഞ്ഞോ? എവിടെ കഴിയ? മനുഷ്യന് ഉറക്കം വന്നിട്ട് വയ്യ. ഇവനിത് ആര് കളിയെ എത്ര നേരം വിളിക്കുന്നു? ഞങ്ങളെ കോളേജിൽ പ്ലേ ബോയ് എന്ന് അങ്ങനെ വിളിക്കുന്നു. അപ്പൊ കുറെ പെൺപിള്ളേരുണ്ടായിരിക്കും. എല്ലാത്തിനും പാട്ട് പാടി കിടത്തി ഉറക്കിട്ട് വേണ്ടേ ആശാൻ ഉറങ്ങാൻ? ഇത്രയും നേരം കിടക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ തിന്നാൻ വല്ലതും കൈ കൊടുത്താൽ മതിയായിരുന്നു. ആര് വരുന്നുണ്ട്? ജിമിൻ കെയിൻ, ജീനി അമ്മയുടെയും ജൂണച്ചന്റെയും ഭാഗ്യ വി ജിമിൻ. ഇത് ഹാപ്പി ഫാമിലി. എന്റെ കൊച്ചെ, നിങ്ങൾക്ക് അവരെ രണ്ടിനും അറിയാഞ്ഞിട്ടാ. ഇതുപോലെ ഭൂലോക തരികിടകളായ രണ്ടെണ്ണം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭഗവാനെ. മനുഷ്യ, നിങ്ങളോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിള്ളേരെ പറ്റി നാട്ടുകാരോട് കുറ്റം പറയരുതെന്ന്. അല്ല ജിനി, അത് നിങ്ങളൊന്നും പറയണ്ട. കുട്ടി, അത് ജൂണേട്ടന് എപ്പോഴും അങ്ങനെ തന്നെയാ. സത്യം പറഞ്ഞ എന്റെ മക്കൾ രണ്ടും പൊന്ന. സൺഷൈൻ പർപ്പിൾ, അതാരാ ഈ ആഴ്ചയിൽ ബോയ് ഫ്രണ്ടിനെ മാറ്റുന്ന ആ പുള്ളിക്കാരി? എന്റെ കൊച്ചെ, അത് വേറെ ആരുമില്ല, എന്റെ ഒരു ഫ്രണ്ട് ഒരുത്തിണ്ട്, മിയ. എന്റെ അമ്മേ, അവളെ പോലൊരു പെടക്കോഴി ഈ ലോകത്തുണ്ടാവില്ല. ആഴ്ചക്ക് ഒരു ലൊട്ടിലൊടുക്ക് ന്യായം പറഞ്ഞല്ലേ അവളെ എല്ലാ പയ്യന്മാരും ബ്രേക്കപ്പ് ആക്കുന്നേ. എന്നിട്ടിപ്പോ എന്റെ ജിമ്മേട്ടിനെ ഫിൽറ്റർ ഇടാൻ വേണ്ടിട്ടാ അവള് ജിമ്മേടിന്റെ ഇൻസ്റ്റ ഐഡി ഒക്കെ ചോദിച്ചേ. അല്ലെങ്കിലും ജിമ്മേടിന് അവള് ചേരില്ല. എന്റെ ജിമ്മേടിന് ഒരു നല്ല കൊച്ചിനെ തന്നെ കിട്ടും, ഒരു ഏഞ്ചലിനെ തന്നെ. 7 angels in my world. 5:11. ഈ ടൈമിൽ ജിമിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഈ 5:11 എന്ന് ഉദ്ദേശിച്ചത് രാവിലെയാണോ അത് വൈകുന്നേരമാണോ? രണ്ടായാലും കുഴപ്പമില്ല. ഞാൻ 24 മണിക്കൂറും ക്യൂട്ടായതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് കുക്കിയുടെ മുന്നെന്ന് പറഞ്ഞാ ഞാൻ നിങ്ങൾക്ക് നാരങ്ങ മിഠായി വാങ്ങിച്ചുതരാം. പറയോ? ബങ്താൻ കോവിലകം. 1 മാസം കൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചതാ. ഇത് കണ്ടിട്ട് വേണം എണ്ണ പോയി കഴുകിക്കളയാൻ. കുട്ടി, നമ്മള് തമ്മിലുള്ള ബന്ധം വെച്ച് ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം. വേറെ ആരോടും പറയണ്ട. വേറൊന്നുമല്ല, നമ്മുടെ എഡിറ്ററിന്റെ സ്വഭാവം വെച്ച് ഈ 1 മാസം എന്നുള്ളത് ചിലപ്പോ 2-3 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടിപ്പഴേ ഒരു 2-3 മാസത്തേക്കുള്ള എണ്ണ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ശരി, ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ ആർമീസിനും നൈസ് പാപ്രിക്ക. മനുഷ്യന് ഉറക്കം വന്നിട്ട് വയ്യ. ഇവനിത് ആര് കളിയെ എത്ര നേരം വിളിക്കുന്നു? ഞങ്ങളെ കോളേജിൽ പ്ലേ ബോയ് എന്ന് അങ്ങനെ വിളിക്കുന്നു. അപ്പൊ കുറെ പെൺപിള്ളേരുണ്ടായിരിക്കും. എല്ലാത്തിനും പാട്ട് പാടി കിടത്തി ഉറക്കിട്ട് വേണ്ടേ ആശാൻ ഉറങ്ങാൻ? ഇത്രയും നേരം കിടക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ തിന്നാൻ വല്ലതും കൈ കൊടുത്താൽ മതിയായിരുന്നു. ആര് വരുന്നുണ്ട്? ആരെയും കാണാനൊന്നുമില്ല, തോന്നിയതായിരിക്കും. അളിയാ, നമ്മളിനി എത്ര നേരം നിൽക്കേണ്ടി വരും? അതെനിക്ക് എങ്ങനെ അറിയാനാ? അവൻ കിടന്നുറങ്ങണവരെ നിൽക്കണം. എന്താണ്? ഞാനൊരു സജഷൻ പറയട്ടെ. എന്നാ? നമുക്ക് പ്ലാൻ നാളത്തേക്ക് മാറ്റി വെച്ചാലോ? എന്തോന്ന്?
എന്താ നിനക്ക് പെട്ടെന്നൊരു മനം മാറ്റം? അവള് പറഞ്ഞ ശരിയാളിയ, എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കാം. അതിന് നാളെ അവനിതുപോലെ ഉറങ്ങാൻ ലേറ്റ് ആയാലോ? ഒരു കാര്യം ചെയ്യാം, നാളെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോ ഇച്ചിരി ഉറക്കം കൂടി കിട്ടും നോക്കാം. നാളെ രാത്രി അത് അവന് കലക്കി കൊടുത്ത് അവനെ നേരത്തെ കിടത്തി ഉറക്കാം. എന്നിട്ട് നമുക്ക് അവരുടെ പണി നോക്കാം. കലങ്ങാഞ്ഞാ മതിയായിരുന്നു. നടക്ക് പോയി കിടന്നുറങ്ങല്ല. കറക്റ്റ് ടൈമിന് മരുന്ന് കഴിക്കണം, പിന്നെ നേരത്തിന് ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം. ഞാൻ അവിടെ ഇല്ലെന്ന് കരുതി ഉറപ്പാ നിൽക്കരുത്, കേട്ടല്ലോ? ഓ, ഇവനെ കൊണ്ട് ഞാൻ എന്താടാ കൊച്ചുകുട്ടി എങ്ങാനാണോ? ആ, കൊച്ചുകുട്ടിയാണ്. മമ്മിയെക്കാളും നന്നായിട്ട് പറഞ്ഞാ കേൾക്കും. ഒന്ന് പോടാ, ഞാൻ നേരത്തെ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ആ അതെ. എന്നിട്ട് ഇന്നലെ രാത്രി ഒന്നും കഴിക്കാതെ കടന്നു ജെസ്സി ആന്റി പറഞ്ഞേ. അത് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയോണ്ടല്ലേ. ഇതന്നെ ഞാൻ പറഞ്ഞേ. ഓരോന്ന് ചെയ്യും എന്നിട്ട് അതിനൊക്കെ ഓരോ ന്യായീകരണം. നീ ഇവിടുത്തെ കാര്യം ഓർത്ത് ഒരു ടെൻഷനും അടിക്കണ്ട. അല്ല, അവിടുത്തെ വിശേഷങ്ങൾ പറ. മോനെല്ലാരും കണ്ടോ? കണ്ടു മമ്മി, എല്ലാവരും കണ്ടു. എല്ലാവരും പപ്പ പറഞ്ഞ അതുപോലെ തന്നെയാ. ജൂണങ്കളും സുഗുങ്കളും ഹോബി ആന്റിയും. ജീനിയെ കണ്ടോ? കണ്ടു മമ്മി. പപ്പ പറഞ്ഞ പോലെ ജീനി ആന്റി വളരെ സുന്ദരിയാ. അതെനിക്കറിയാം. ഇന്ന് ഞാൻ അങ്കിളിനോട് പഴയ കഥകളൊക്കെ പറഞ്ഞുതരാൻ പറഞ്ഞു. എന്നിട്ട് അങ്കിളിന്റെ ചെറുപ്പം തൊട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു തന്നു. അങ്കിളിന്റെ അച്ഛനും അമ്മയും മരിച്ചതും, പിന്നെ സുഗംഗളിന്റെ ഫാമിലിയുടെ കൂടെ വളർന്നതും, പിന്നെ കോളേജിലെത്തിയതും, ജീനി ആന്റിയെ കണ്ടതും, അവര് തമ്മിൽ ഇഷ്ടത്തിലായതും, പിന്നെ പിന്നെന്താ മോനെ? പിന്നെ ബാക്കി നമുക്കറിയാലോ മമ്മി. മോനാരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മമ്മി, അതിനൊരവസരം കിട്ടിയില്ല. അതുമല്ല, ആരോടാ എങ്ങനെയാ ഞാനിതൊക്കെ പറയാന്ന് എനിക്കൊരു പിടുത്തമില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഒരു കാര്യം ഇപ്പോഴും ഓർക്കാം, മോൻ അവിടെ എത്തിച്ചേർന്നതിന് ഒരു കാരണമുണ്ട്. അതൊരിക്കലും മറക്കരുത്. നിന്നെ കൊണ്ട് പറ്റും. ശരി മമ്മി. അല്ല, അവിടെ അവര് മാത്രമേ ഉള്ളോ? അവരുടെ മക്കളൊന്നും വന്നില്ലേ? പിന്നല്ലാതെ ജൂണങ്കളിനും ജീനി ആന്റിക്കും 2 ആമക്കളാ. പിന്നെ സുഗങ്കളിന് അയ്യോ, അക്കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്താടാ? എന്റെ മമ്മി, സുഗങ്കളിനും ഹോബി ആന്റിക്കും ഒരു മകളുണ്ട്. അതാരാന്നറിയോ? അതെന്റെ കുക്കീസാ മമ്മി. ഏത്? നീ അന്ന് ഫോട്ടോ കാണിച്ചെന്ന കൊച്ചാണോ? കോളേജിലെ നിന്റെ ആ ജൂനിയർ? അവള് തന്നെ മമ്മി. ഇവിടെ വെച്ച് അവളെ ഞാൻ കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. 6-7 മാസമായി ഞാൻ അവളെ കണ്ടിട്ട്. അവള് പഠിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടില് പോയെന്നറിഞ്ഞപ്പോ ഒരുപാട് വഴിയാ നോക്കി അവളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ. അവളാണെങ്കി നമ്പർ വരെ മാറ്റി കളഞ്ഞു. നിന്നെ പേടിച്ചിട്ട് തന്നെയാവും. മമ്മിക്കറിയാലോ, കോളേജിൽ എന്നെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല. അതിന് പകുതിയും ഓരോരുത്തര് പറഞ്ഞുണ്ടാക്കുന്ന. ഇന്നേ വരെ ഒരു പെണ്ണിനെയും ഞാൻ മോശമായിട്ടുള്ള രീതിയിൽ കണ്ടിട്ടില്ല. അതുമല്ല, ആദ്യമായിട്ടൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കുക്കീസ് മാത്രമാണ്. ഇന്നേ വരെ മമ്മിക്ക് ഞാൻ അവളുടെ ഫോട്ടോ മാത്രമല്ലേ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇതൊക്കെ എനിക്ക് അറിയാവുന്നല്ലേ. എന്റെ മോൻ എനിക്ക് വിശ്വാസം. നേരെ ഒരുപാടായില്ലേ, മോൻ പോയി കിടന്നു. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാം മമ്മി. എനിക്ക് ഇനി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പോയി ഉറങ്ങടാ, കുറെ നേരമില്ല സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ചെല്ലി. പ്ലീസ് മമ്മി, ഒരു 5 മിനിറ്റ് കൂടെ. 5 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും ഇല്ല. മതി കിടന്നുറങ്ങിച്ചേ പോയിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ നാളെ വന്നിട്ട് വിളിക്കാവേ. ശരി. ഒരുപാട് കാലത്തിന് ശേഷം ഒടുക്കം നീ എന്റെ അടുത്ത് തന്നെ വന്നല്ലോ എന്റെ കുക്കി. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചനാദം പാടും പാട്ടിന്റെ പഞ്ചാമൃതം
കാണഴകേ നിറവാർ മഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ. എന്റെ അമ്മേ ഇവിടേക്ക് എത്തിപ്പെട്ടു. ഏട്ടത്തി എന്റെ അമ്മേ കണ്ടിട്ട് തന്നെ മനുഷ്യന് പേടിയാവുന്നു. ഇവന് തടുപ്പോയി നിക്ക് ഞാൻ വരുന്നു. മമ്മി ഫസ്റ്റ് റോളർ കോസ്റ്റർ കയറാവേ. നീ പേടിക്കേണ്ടി മോളെ, ഇന്നിവിടെ ഫുള്ള് നിരങ്ങിയിട്ടേ നമ്മള് പോകുന്നുള്ളൂ. ഇവരെന്താ സൂപ്പർമാന്റെ ചെടിയാണോ ടേക്കുന്നത് ഇത്ര സ്പീഡിൽ നടക്കാൻ? അവിടെ എന്താ ഫ്രീ ആയിട്ട് ബിരിയാണി എങ്ങനെ കൊടുക്കുന്നുണ്ടോ? സുഖേട്ടാ ഇന്ന് ഇവിടുത്തെ എല്ലാ റൈഡിലും നമുക്ക് പോണേ. ഇവിടെ വന്നിങ്ങനെ വായി നോക്കാനാണോ ഇത്ര സ്പീഡിൽ നിങ്ങൾ പോകുന്നേ? ഇവർക്ക് ഇവിടെ ഒന്ന് ഷീറ്റ് ഇട്ടൂടെ? എന്തൊരു വെയിലാണ്. മമ്മി ഈ അമ്മ ഇതെന്താ കാണിക്കുന്നത്? ആൾക്കാർ നോക്കാൻ നിർത്ത്. സോറിയുടെ മോളെ, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 5 മണിയാവും. അത് കഴിഞ്ഞ് നേരെ ഷോപ്പിംഗ് മോള്. ഷോപ്പിംഗ് മോളോ? അങ്ങടെയല്ല 4 ദിവസം മുന്നേ പോയേ. ചിത്രം പറയാതെ മാമ. മമ്മി ചെറിയ കഷ്ണം മേടിച്ചാൽ മതി. നിനക്ക് വേണമെങ്കിൽ വേറെ പോയി വാങ്ങിക്കും. ഈ ചൂടേണ്ട ഒരു കാര്യം, ഇത്ര വയസ്സായിട്ടും ഈ ഹാർട്ട് ഷേപ്പ് തന്നെ നോക്കി വാങ്ങി. മാമ പേടിക്കണ്ടേ, ഞാനിവിടെ തന്നെ. താങ്കൾക്ക് പേടിയുണ്ടെങ്കിൽ എന്നെ പിടിക്കരുത് പ്ലീസ്. എന്റെ ഭഗവാൻ ഇന്നതിലൊറ്റയ്ക്ക് സുഖമായിട്ടൊന്നും ഇവിടെ പോയി കിടക്കാൻ. എനിക്കാണ് ഈ സാധനം പണ്ടേ പേടിയ. ഭഗവാനെ കാത്തോടെ അർജുനൻ കൽക്കൊള്ളുന്ന ഭാഗം വെച്ച് മമ്മി അമ്മയ്ക്ക് പേടിയുണ്ടെന്നെ മുറുക്കെ പിടിച്ചോ. അമ്മ ഇത് മുറുക്കെ പിടിച്ചോളെ.